ഭയങ്കര ഷുഗറുള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ലൈക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ സാധനം. ഇത് കുടിക്കുമ്പോൾ ബേസിക്കലി നമ്മളെല്ലാവരും കിഡ്നി അടിച്ചു കൂട്ടോ എന്ന് പറയും. അതെന്താ അങ്ങനെ പറയുന്നത്? സോഫ്റ്റ് ഡ്രിങ്ക്സിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ കുറേ എനർജി ഡ്രിങ്ക്സ് ഉണ്ട്. ഈ ടോറീൻ കേട്ടിട്ടുണ്ടാവും, ചില ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ടോറീനുള്ള ഡ്രിങ്ക്സ് ഡെഫിനറ്റ് കിഡ്നീനെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിലുള്ള ചില അംശങ്ങൾ കാരണം, ഇൻഗ്രീഡിയൻസ് കാരണം. ഹൈ ഷുഗർ ഡയറ്റ് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ദാഹം കൂടും, പക്ഷേ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം ഇപ്പം നമ്മൾ സോൾട്ടി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നാച്ചുറലായിട്ട് പെപ്സി കഴിക്കും. അത് നമുക്ക് ദാഹം കാരണമാണ്, പക്ഷേ നമുക്ക് പെപ്സി അല്ല ആവശ്യം, നമുക്ക് വെള്ളമാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെയുള്ളത്, ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും ജിമ്മിൽ പോകുമ്പോൾ AC ഉള്ള ജിംസാണ് അധികം. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇപ്പോൾ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റീസ് പലരും കൊളാപ്സ് ചെയ്ത് വീഴുക. കാരണം അവർ ഡീഹൈഡ്രേറ്റഡ് ആണ്, പക്ഷേ അവർ സ്വെറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് വെള്ളം കുടിക്കാനുള്ള മനസ്സിലാവുന്നില്ല. അതെ, അപ്പോൾ അവർ കൂടുതൽ എക്സേർഷൻ എടുക്കും. രാവിലെ അവർ പ്രോട്ടീൻ ഷേക്ക് കഴിച്ചിട്ടായിരിക്കും അവർ വരുന്നത് ജിമ്മിലോട്ട്. എന്നിട്ട് അവർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹെവി ആയിട്ടുള്ള അവർ വെയിറ്റ്സ് ഇൻക്രീസ് ചെയ്ത് അവർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവർ വെള്ളം കുടിക്കാൻ മറന്നു പോകും. അപ്പോൾ ഡെഫിനറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും, അവരുടെ ബ്ലഡിലെ വോളിയം കുറവായിരിക്കും. അപ്പോഴാണ് ഈ കാർഡിയാക് ഇവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു കൾച്ചർ ഡ്രിവൻ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർ സബ് കോൺഷ്യസ് ആയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് സബ് കോൺഷ്യസ്ലി ആയിട്ട് ഇംബൈബ് ചെയ്യുന്നത്. അപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് പേഴ്സൺസ്, ഈ സെലിബ്രിറ്റീസ് ഈ പ്രോട്ടീൻ ഷേക്സ് പിടിച്ചിട്ട് വാക്ക് ചെയ്യാതെ ഒരു കുപ്പി വെള്ളം പിടിച്ചിട്ട് വാക്ക് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് വൈറൽ ആവുകയാണെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ട് പീപ്പിൾ ഓൾസോ വിൽ സ്റ്റാർട്ട് ഇംബൈബിങ്. എന്ന് വെച്ചാൽ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു കൾച്ചർ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് കേൾക്കണില്ല, തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡോക്ടർ ഇല്ലേ, ഡയബറ്റീസ്, BP പോലത്തെ സാധനങ്ങൾ നമ്മുടെ കിഡ്നീനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. അത് ഒരു പുരുഷൻ്റെ സെക്ഷൽ ലൈഫിനെ അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യോ? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലെല്ലാം ഒബ്വിയസ്ലി നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്നുകൾ എടുക്കും, BP കുറയ്ക്കുന്ന മരുന്നുകൾ എടുക്കും. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഞരമ്പിനെ ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ന്യൂറോപ്പത്തി. അപ്പോൾ ഈ ഞരമ്പുകൾ എവിടെ വരെ പോകുന്ന ഞരമ്പുകൾ നമ്മുടെ സെക്ഷൽ ഓർഗൻസിലേക്ക് പോകുന്ന ഞരമ്പുകളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഇറക്ഷൻ വരുന്ന ചില രക്തനാളികൾ, അത് നമ്മുടെ ഓർഗൻസിലേക്ക് ബ്ലഡ് പോകുമ്പോഴാണ് ഇറക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഞരമ്പുകളെ സ്പെസിഫിക് ആയിട്ട് ബാധിക്കുമ്പോൾ ബ്ലഡ് ഫ്ലോ പഴയതുപോലെ ഉണ്ടാവില്ല. അപ്പോൾ പഴയതുപോലെയുള്ള ക്വാളിറ്റി ഓഫ് ഇറക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഡയബറ്റിസ് ഇങ്ങനെ ബാധിക്കുന്നത്. അപ്പോൾ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആണെങ്കിലാണ് യൂഷ്വലി അത് ബാധിക്കുക. മാത്രമല്ല ഏജും ഒരു 40-45 ഇയേഴ്സ് കഴിയുമ്പോൾ പലരും ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇതേപോലെ പഴയതുപോലെ ക്വാളിറ്റി ഓഫ് ഇറക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. പിന്നെ ഹൈപ്പർ ടെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചില ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മരുന്നുകൾ, ആ മരുന്നുകൾ കുറേ ലോങ് ടേം ആയിട്ട്, ലോങ് ടേം എന്ന് പറയുന്ന 10-15 വർഷം യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചില കാരണങ്ങൾ കൊണ്ട് ഇതേപോലെ നമ്മുടെ ഇറക്ഷനെ ബാധിക്കാം. അതായത് ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല ബേസിക്കലി. അപ്പോൾ പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ തന്നെയാണല്ലോ ഹാർട്ട് ഡിസീസ് ഫൈനലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹാർട്ട് ഡിസീസിന് എടുക്കുന്ന ചില മരുന്നുകൾ കാരണം ബ്ലഡ് ഫ്ലോ കുറയ്ക്കും. അങ്ങനെയാണ് ബേസിക്കലി ഇതിലോട്ടുള്ള ഇറക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കും. അങ്ങനെയാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത് പലർക്കും. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ വി ഹാവ് സംതിങ് കോൾഡ് പീരിയഡ്സ്. നമുക്ക് മനസ്സിലാവും പീരിയഡ്സിന് ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. ആണുങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓക്കെ ആണെന്ന് മനസ്സിലാവുക? സോ അത് ശരിക്കും അറിയണമെങ്കിൽ അവർ സെക്ഷുവലി ആക്റ്റീവ് ആവുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. സോ സെക്ഷുവലി ആക്റ്റീവ് ആവുമ്പം ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു പെർഫോം, അപ്പോഴാണ് നമ്മൾ വന്ന് വിസിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പം കുട്ടികൾ ഒരു വർഷം ശരിക്കും ട്രൈ ചെയ്തതിന് ശേഷം കുട്ടികളാവുന്നില്ല എന്ന് വരുമ്പോഴാണ് അവർ തിരിച്ച് വന്ന് നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ അവരുടെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ എങ്ങനെയുണ്ടെന്ന്. നോർമലി ലാബ് ടെസ്റ്റ് വഴി നമ്മൾ അങ്ങനെ അസസ് ചെയ്യാറില്ല. ഇല്ല, അത് വേറൊരു വഴിയില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടി അവിടെ നോക്കണം അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് വളരെ നന്നായി. കാരണം ഇത് ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്ക് ഭയങ്കര ഒരു പേടിയാണോ അതേ ഒരു നാണമാണോ ഇങ്ങനത്തെ അവനവൻ്റെ സെക്ഷൽ ഡിസയേഴ്സോ അല്ലെങ്കിൽ അവനവൻ്റെ സെക്ഷൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാൻ പോലും ഭയങ്കര മടിയാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ലേഡീസ് എപ്പോഴും എല്ലാ കാര്യങ്ങളും അവരുടെ പിയേഴ്സ്, അതായത് അവരുടെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യും. ആണുങ്ങൾക്ക് അങ്ങനെ
ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം നാളെ പറയാണ് എനിക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കും, ഒരു ഈഗോ ക്ലാഷ് വരും. ഈഗോ ക്ലാഷ് വരും. ദിനേശ് പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഒരു സെക്ഷൽ എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സെക്ഷലി ഹെൽത്തി ആണോ എന്ന് അറിയുള്ളൂ. പിന്നെ ഒരു മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുരുഷന്മാർക്ക് എപ്പോഴും ഇറക്ഷൻ ഉണ്ടാവും. ഒരു ക്വാളിറ്റി ഒരു പരിധി വരെ മോർണിംഗ് വുഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ഇറക്ഷൻ ഇല്ലെങ്കിൽ അതൊരു സൂചനയാവാം. സംതിങ് റോങ് എന്ന് പറഞ്ഞാൽ ചില സ്റ്റഡീസ് പറയുന്നത് ഇൻ 5 years ഹി ക്യാൻ ഹാവ് എ കാർഡിയാക് പ്രോബ്ലം. അതായത് കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ ഒരു സൂചനയാണെന്നാണ് പറയുന്നത്. അതായത് ഇറക്ഷൻ പഴയതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റുകൾ വളരെ കുറവാണ്. അപ്പം ഇതേപോലെ ഇറക്ഷൻ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് പിനൈൽ ഡോപ്ലർ, അതായത് രക്തസഞ്ചാരം നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതും ഒരു ടാബു ആണ്. കാരണം നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് ഇറക്ഷൻ ഉണ്ടാക്കുന്നതും ആ ഇറക്ഷൻ്റെ ക്വാളിറ്റി നോക്കാനായിട്ട് ഒരു റൂമിൽ റേഡിയോളജിസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഇറക്ഷൻ്റെ, അതായത് ബ്ലഡ് ഫ്ലോ ഒക്കെ നോക്കുന്ന ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ മനസ്സിലാവുള്ളൂ. അതും ഫാലേഷ്യസ് ആവാം. അതായത് ചിലർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കും, പക്ഷെ അവരുടെ റിയൽ ലൈഫിലേക്ക് കിടക്കുമ്പോൾ ചിലപ്പോൾ പഴയതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ശരിക്കും ആക്ച്വലി ആണുങ്ങളുടെ ഈ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്ന ശീലങ്ങൾ, ഓഫ് കോഴ്സ് നമുക്കറിയാം അതിൽ സ്മോക്കിംഗ് ഉണ്ടാവും, ഡ്രിങ്കിങ് ഉണ്ടാവും. അതർ ദൻ ദാറ്റ് അങ്ങനെ ബാധിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്, ഹാബിറ്റുകൾ എന്തൊക്കെയാണ്? സോ എസെൻഷ്യലി ഇറ്റ് ഈസ് ലൈഫ് സ്റ്റൈലാണ്. ഓവർ വെയ്റ്റ് ഒരു വലിയൊരു കാരണമാണ്. ഡയബറ്റിസ് ഒരു രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കോസാണ്. പക്ഷേ ബാക്കിയെല്ലാം ലൈഫ് സ്റ്റൈലാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീൻസ് അനുസരിച്ചിരിക്കും. ചിലർക്ക് ജനറ്റിക് പ്രോബ്ലം കാരണം കൊണ്ട് അവരുടെ സ്പേം പ്രൊഡക്ഷൻ ഭയങ്കര ഫോൾട്ടി ആയിരിക്കും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ് മനസ്സിലാവും. അത് മാറ്റാൻ പറ്റില്ല, കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ എസെൻഷ്യലി പ്രിഡോമിനൻ്റ്ലി ലൈഫ് സ്റ്റൈൽ മാത്രമേ നമുക്കൊരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് ഉള്ളൂ. പിന്നെ വേറെ അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്ക്, ഇപ്പം വേറെ നമുക്ക് ബോഡിയിൽ വേറെ അസുഖങ്ങളുണ്ട്, അതും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിനെ ബാധിക്കും. ഇപ്പോൾ ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മളിപ്പോൾ വീഡിയോസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഒരാൾ സ്മോക്ക് ചെയ്യുമെങ്കിൽ അയാളുടെ അടുത്ത തലമുറയില്ല, അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് വരെ അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ വരെ അത് ബാധിക്കും എന്ന്. അത് ശരിയാണോ? സ്മോക്കിംഗ് ഒരിക്കലും ജനറ്റിക് ആയിട്ട് എഫക്ട്സ് ഉണ്ടാക്കുന്ന എനിക്ക് തോന്നണില്ല. സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ ലൈഫ് സ്റ്റൈലിനെ എന്ന് വേണമെങ്കിലും ബാധിക്കാം. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ 40 കൊല്ലം മുമ്പ് സ്മോക്കിംഗ് നിർത്തിയതാണല്ലോ, എനിക്ക് എന്തുകൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അർത്ഥമില്ല. കാരണം 40 കൊല്ലം മുമ്പ് അയാൾ ഒരു ദിവസം ചിലപ്പോൾ 2 പാക്കറ്റ് സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നിർത്തിയോണ്ട് അതിൻ്റെ ബാഡ് എഫക്ട്സ് കുറേ വർഷം കഴിയുമ്പോൾ വരാം. പക്ഷെ ആളുടെ ഫർദർ ജനറേഷൻസിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞത് അതിൽ സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. ഓക്കെ. ഈ എവിടെയോ വായിച്ചതാണ്, മിസ്കാരേജ് വരുന്നതിൻ്റെ ഒരു റീസൺ അത് ബാഡ് സ്പേം ക്വാളിറ്റി ആവാം, മിസ്കാരേജസ് ഉണ്ടാവും. സ്പേം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. സ്പേം കൗണ്ട് മാത്രം ശരിയായാൽ പോരാ. സ്പേം കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവറേജ് കൗണ്ട് പറയാം 15 മില്യൺ സ്പേംസ് പെർ ml വേണമെന്നാണ്. പക്ഷേ അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന് സ്പേംസിൻ്റെ ചലനം, മോട്ടിലിറ്റി തന്നെ പ്രോഗ്രസീവ് ഉണ്ട്, നോൺ പ്രോഗ്രസീവ് ഉണ്ട്. പ്രോഗ്രസീവ് മോട്ടിലിറ്റി 35%-നേക്കാളും കൂടുതൽ വേണമെന്നാണ് നമ്മളെപ്പോഴും, ഇതൊരു WHO സ്റ്റാൻഡേർഡാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ അപ്പോൾ മോട്ടിലിറ്റി ഒരു കാര്യം. പിന്നെ സ്പേംസിൻ്റെ സ്ട്രക്ചർ, അതായത് അതിൻ്റെ അനാറ്റമി, അതിൻ്റെ മോർഫോളജി എന്ന് പറഞ്ഞാൽ സ്പേമിനൊരു ഹെഡ് ഉണ്ട്, അക്രോസോം ക്യാപ്പ് ഉണ്ട്, ബോഡി ഉണ്ട്, ടെയിൽ ഉണ്ട്. അപ്പോൾ ആ സ്പേമിൽ ചിലർക്ക് എന്താ പറയുക 2 ഹെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ടെയിലിൽ എന്തെങ്കിലും 2 ടെയിൽ ഉണ്ടാവും. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോർഫോളജിക്ക് പ്രശ്നം വരുമ്പോൾ എന്ത് വരുന്ന വെച്ചാൽ, ഓൾദോ ഫെർട്ടിലൈസേഷൻ നടന്നാലും, അതായത് കൺസീവ് ചെയ്താലും ചിലപ്പോൾ അത് ഫർദറായിട്ട് ആ ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അബോർഷനായി പോകും. അപ്പോൾ അതിന് നമ്മുടെ ബോഡി നമുക്ക് ഓൾറെഡി ദൈവം തന്നേക്കുന്ന ഒരു റെഗുലേറ്ററി മെക്കാനിസം ആണത്. കാരണം ആ കുട്ടി ഒരിക്കലും ആ ഒരു സ്റ്റേജിലേക്ക് എത്തില്ല, ഡെലിവറി വരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തില്ല, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഇതിലേക്ക് എത്തില്ല, അത്രയും ഗ്രോത്തിലേക്ക് എത്തില്ല. മനസ്സിലായി. ഇപ്പം നമുക്ക്, അതായത് സ്ത്രീകൾക്ക് ഏറ്റവും കൺസീവ് ചെയ്യാൻ സാധ്യതയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓവുലേറ്റിംഗ് ഡേയ്സ് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പുരുഷന്മാരുടെ കേസിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇഫ് ദേ ആർ പ്ലാനിങ് ടു കൺസീവ്, അവർക്ക് ഏറ്റവും ഫെർട്ടൈൽ ആയിട്ട് അവരുള്ള ദിവസങ്ങൾ ഇന്നതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ദിവസങ്ങളില്ല.
അങ്ങനെ പറയാൻ എല്ലാ പറ്റില്ല. ദിവസവും ഏത് ദിവസം വേണമെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ ഓക്കെയാണെന്ന്. ആണുങ്ങൾക്ക് അങ്ങനെ ദിവസമില്ല. അതിപ്പോ നമുക്ക് അങ്ങനെ ഒരു ഫേസസ് ഇല്ലല്ലോ, ലൂട്ടിയൽ ഫേസ്, ഈ ovulating phase പറയുന്ന സൈക്കിൾസ് ഞങ്ങൾക്കില്ല. പക്ഷേ ആണുങ്ങൾക്ക് ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു ആണുങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കുട്ടികളെ ഫാദർ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഒരു ബാരിയർ വേണ്ടേ ഡോക്ടർ നിങ്ങൾ ആണുങ്ങൾക്ക്? എന്ത് പരിപാടിയാണത്? ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് മാത്രം. അതെ, ഫീമെയിൽസിന് ആ ഒരു ഏജ് ഗ്രൂപ്പാണ് അവർക്ക് ഒരു ബിഫോർ 30 ആണെന്നൊക്കെയാണ് പറയുന്നത് മിക്കവാറും. പക്ഷേ ആണുങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 35 മുമ്പ് കൺസീവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇതിൽ സ്പേം ക്വാളിറ്റി ഏജ് കൂടുന്തോറും കുറഞ്ഞു വരും. അതെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ കൗണ്ട് ഓക്കെ ആയിരിക്കും, പക്ഷെ ക്വാളിറ്റി വ്യത്യാസം വരും. അപ്പോൾ ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ കാരണം ഇന്നത്തെ കാലത്ത് ഇൻഫെർട്ടിലിറ്റിക്ക്. ക്വാണ്ടിറ്റി അല്ല. ക്വാണ്ടിറ്റി അത് സെക്കൻഡറി ആണ്. ക്വാണ്ടിറ്റിക്ക് വേറെ പല കാരണങ്ങളും ഉണ്ടാവും, നമുക്ക് ട്രീറ്റബിൾ ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ട്രീറ്റബിൾ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവില്ല. ഒരു 94% കാരണത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല. അത് ലൈഫ് സ്റ്റൈൽ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എൻവയൺമെൻറ്റ് ആവാം, സ്ട്രെസ് ആവാം. പിന്നെ ചിലർക്ക് ഇപ്പം നമ്മുടെ പുരുഷന്മാരുടെ ചില ഓർഗൻസ് ഉണ്ട്, പ്രോസ്റ്റേറ്റ്, സെമിനൽ വെസിക്കിൾ, ഇതൊക്കെയാണ് സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ ഭാഗം. അപ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ, പ്രോസ്റ്ററ്റൈറ്റിസ് അല്ലെങ്കിൽ സെമിനൽ വെസിക്കുലൈറ്റിസ് ഇങ്ങനെ വരുമ്പോൾ സെമനകത്ത് നമ്മൾ ഈ പസൽസ്, നമ്മൾ യൂറിനകത്ത് പസൽസ് കാണില്ലേ, അതേപോലെ പസൽസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പസൽസ് ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ് കൺസീവ് ചെയ്യില്ല. അവർ ചിലപ്പോൾ ഇതേപോലെ അവർ ട്രൈ ചെയ്യും അവരുടെ സൈക്കിൾ അനുസരിച്ച്, പക്ഷേ എല്ലാം നോർമൽ ആയിരിക്കും, പക്ഷേ പസൽസ് ഉണ്ടാവും. അപ്പോൾ വളരെ എല്ലാ ഫാക്ടേഴ്സും ശരിയായാലേ കൺസെപ്ഷൻ നടക്കുകയുള്ളൂ. ആണുങ്ങളുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറച്ചും കൂടി ലോങ്ങർ ആണ് ദാൻ ഫോർ വിമൻ. ദൈവത്തിന് പുരുഷന്മാരോട് എന്തോ കാര്യമായിട്ടൊരു സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നു ഉണ്ടാക്കുന്ന നേരത്തെ. ഇപ്പം ഈ സ്പേം ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോഴേ ഇതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് പുറമേ നിന്ന് സ്പേം ക്വാളിറ്റി കൂട്ടാൻ ഭക്ഷണം ത്രൂവോ അല്ലെങ്കിൽ മെഡിസിൻസ് ത്രൂവോ അതിനെന്തെങ്കിലും വഴികളുണ്ടോ? ഭക്ഷണമായിട്ട് ഒരു ബന്ധവുമില്ല. ഭക്ഷണമായിട്ട് ഒരു ബന്ധവുമില്ല. ഇല്ല, ഒരു ബന്ധവുമില്ല. ഇപ്പം നട്ട്സ്, ചിലർ ഭയങ്കര മിസ്കൺസെപ്ഷൻ ആണ്. നട്ട്സ്, ഡോക്ടറെ ഞാൻ എല്ലാ ദിവസവും നട്ട്സ് കഴിക്കും, ഞാൻ എല്ലാ ദിവസം ഉണക്കമുന്തിരി കഴിക്കും, ഒബിയസ്ലി ആന്റി ഓക്സിഡൻസ് ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ആന്റി ഓക്സിഡൻസ് ഇപ്പോൾ ചില ഭക്ഷണ രീതിയിലുണ്ട്. പലർക്കും എന്താ പറയുക, ആന്റി ഓക്സിഡന്റ് മെഡിക്കേഷൻസ് കൊടുക്കും. ഇപ്പോൾ ചില ആന്റി ഓക്സിഡൻസ് കേട്ടിട്ടുണ്ടല്ലോ, ലൈക്കോപ്പീൻ, അങ്ങനെ ഈവൻ നമ്മുടെ ടൊമാറ്റോയിൽ വരെ ഉണ്ട്. പിന്നെ ചില ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ട്, ചില ബെറീസിലുണ്ട്, ബ്ലൂ ബെറീസ്, അങ്ങനത്തെ. അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാം, പക്ഷെ അതൊരു പരിധി വരെ ഉള്ളൂ. അത് കഴിച്ചുകൊണ്ട് ഇത് ശരിയാവുമെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. അപ്പോൾ ഭക്ഷണരീതി ഒരിക്കലും നമുക്ക് ഭക്ഷണരീതി കാരണമാണ് ഇത് സംഭവിച്ചേക്കുന്നതെന്ന് പറയാൻ ചാൻസ് കുറവാണ്. ഒബിയസ്ലി ഭക്ഷണരീതി കാരണം വേറെ പല മെറ്റബോളിക് അസുഖങ്ങളുണ്ടാവും, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെ. പക്ഷെ അതല്ലാണ്ട് ഫെർട്ടിലിറ്റീനെ ബാധിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു ഡയറ്റോ അങ്ങനെ ഒന്നുമില്ല. ഫെർട്ടിലിറ്റി കൂട്ടാൻ പറ്റിയ ഭക്ഷണങ്ങൾ അങ്ങനെ. സോ ആക്ച്വലി ഇവിടെയാണെങ്കിൽ ലേഡീസിനെ ബെറ്റർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ആണുങ്ങളെ കാട്ടും. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആക്ച്വലി മോർ സയന്റിഫിക് ആണ് ഫോർ വിമൻ ദാൻ ഫോർ മെൻ. എന്ന് വെച്ചാൽ കുറച്ചും കൂടി സ്ട്രാറ്റജീസ് ഉണ്ട്, കുറച്ചും കൂടി ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട് ദാൻ ഫോർ മെൻ. ലേഡീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ ഹോർമോൺ ഇംബാലൻസ് ട്രീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അവരുടെ ഫെർട്ടിലിറ്റി വിൽ റിട്ടേൺ ടു നോർമൽ, പ്രൊവൈഡഡ് അവർക്ക് ഓം ഒക്കെ റിസർവ് ഉണ്ടെങ്കിൽ. പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ല, അവരുടെ ഹോർമോൺസ് എല്ലാം നോർമലായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു നോർമൽ ഒരാൾ വന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ഹോർമോൺസ് നോർമലായിരിക്കും, അവരുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ നോർമലായിരിക്കും, അവർ സെക്ഷൽ ആക്റ്റും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവില്ല. സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഇവർക്ക് ക്വാളിറ്റി ഓഫ് സ്പേംസ് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാവും, ചിലർക്ക് ഇതും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടുണ്ടാവുന്നു, വാട്ട് ഈസ് ദ മെയിൻ റീസൺ, അതായത് എന്താണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. ഇപ്പം ഈ സ്പേം ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് ഇപ്പം സ്പേം ക്വാളിറ്റി കുറവാണെങ്കിലും കുട്ടികൾ ഉണ്ടാവാമല്ലോ. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ അവരുടെ മൊത്തം ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുമോ? ആ കുട്ടിയുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കുമോ അച്ഛൻ്റെ സ്പേം ക്വാളിറ്റി? അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ? സോ യഥാർത്ഥത്തിൽ ബന്ധമുണ്ട്, പക്ഷേ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഒരു ഫീമെയിൽ കൗണ്ടർ പാർട്ടിൻ്റെ മെയിൽ കൗണ്ടർ പാർട്ടിൻ്റെ പേരുടെ കോൺട്രിബ്യൂഷനാണ് വേണ്ടത് ഒരു ഹെൽത്തി ബേബി ഉണ്ടാവാനായിട്ട്. അപ്പം ആ കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനങ്ങൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പിന്നീട് ആ കൊച്ചിനെ ഡെഫിനറ്റായിട്ട് ബാധിക്കാം. അത് കെൻ ബി ആസ് സിമ്പിൾ ആസ് ഒരു ചെറിയ അസുഖം തന്നെ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസും കൂടി ആവാം.
സോ ആ ഒരു ജീനിന് ഒരു ഡിഫക്റ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുട്ടീനെ ബാധിക്കാം. ഉണ്ടാവാൻ പക്ഷേ നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ ഇന്നതുണ്ടാവും പറയാൻ പറയാൻ പറ്റില്ല. പറ്റില്ല. Pinpoint എന്തെങ്കിലും ചെയ്യാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നെ റിട്രോസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥികൾക്ക് പ്രശ്നമുണ്ട്, ദർ ഇസ് സംതിങ് റോങ് വിത്ത് ഇറ്റ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ? അതിന് സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഭാഷയിൽ ലോവർ യൂറിനറി ട്രാക്ക് സിംറ്റംസ് എന്ന് പറയും. ഒന്ന് സ്റ്റോറേജ് സിംറ്റംസ്, അതായത് ഇത് നമുക്ക് മൂത്രം ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട്, അതായത് രാത്രി പല പ്രാവശ്യം പോവുക, ഒരു പ്രാവശ്യത്തേക്കാളും കൂടുതൽ ഉറക്കത്തിന് നേരിട്ട് പോവുക, ഒരു പ്രായം കഴിഞ്ഞാൽ 2 പ്രാവശ്യത്തേക്കാളും കൂടുതൽ ഉറക്കത്തിന് നേരിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും സ്ലീപ്പ്. പിന്നെ അർജൻസി, അതായത് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ബാത്റൂം എത്തുന്നതിന് മുമ്പ് 2-3 തുള്ളി പോവും. ഫ്രീക്വൻസി, അതായത് എല്ലാ 1 മണിക്കൂർ അല്ലെങ്കിൽ എല്ലാ അരമണിക്കൂർ കൂടുമ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ പോകണം. അപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ ഇനഫായിട്ട് പോകണമെന്നുമില്ല. പിന്നെ ഉള്ളത് പുവർ സ്ട്രീം, അതായത് സ്പീഡ് കുറവായിരിക്കും, പണ്ടത്തെ പോലത്തെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല യൂറിൻ പോകുമ്പോൾ. പിന്നെ പെയിൻ ഉണ്ടാവണമെന്നില്ല. പെയിൻ ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ അതിൽ പ്രോസ്റ്റേറ്റിനകത്ത് നീർക്കെട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിലാണ് യൂഷ്വലി പെയിൻ ഉണ്ടാവുള്ളൂ. പെയിൻ ഇതിൻ്റെ ഒരു സൂചന ആവണമെന്നില്ല. പിന്നെ ഉള്ളത് നമുക്ക് നിന്ന് പോവാം, അതായത് മൂത്രം ഒഴിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ മൂത്രം കുറച്ച് പോവും, പിന്നെ നിൽക്കും. പിന്നെ ഉള്ളത് ഹെസിറ്റൻസി എന്ന് പറയും, പോയി നിൽക്കുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ. പെട്ടെന്ന് ഒരു ബാത്റൂമിൽ പോയി നിൽക്കുമ്പോൾ പലരും യൂറിൻ ഓൾറെഡി പാസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറയാം. എല്ലാ ആണുങ്ങൾക്കും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടാവും. 50 ഇയേഴ്സിന് ശേഷം എല്ലാ ആണുങ്ങൾക്കും സ്ലോ ആയിട്ട് ഇങ്ങനെ പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്തുകൊണ്ട് വരും. പക്ഷേ എല്ലാവർക്കും സിംറ്റം ഉണ്ടാവണമെന്നില്ല. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നുമില്ല. സിംറ്റംസ് ഉള്ള എല്ലാ എൻലാർജ്മെന്റും ഒരു ഡിസീസ് അല്ല, അതൊരു ഏജിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. പക്ഷേ എല്ലാ എൻലാർജ്മെൻറ്റും നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂറിനറി സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ നമുക്കൊരു സെൽഫ് ഡിറ്റക്ഷൻ മെത്തേഡ് ഉണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് അറിയാം. അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ തന്നെത്താനെ സെൽഫ് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ഇല്ല. പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഓർഗൻ വളരെ ഡീപ്പ് ഇൻസൈഡ് ആണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഒരു ഡീപ്പസ്റ്റ് പാർട്ടിലാണ് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അത് നമുക്ക് സെൽഫ് എക്സാമിൻ ചെയ്യാൻ പറ്റില്ല. ഡോക്ടറിനെ എന്തായാലും വിസിറ്റ് ചെയ്യണം, ഒരു യൂറോളജിസ്റ്റിനെ തന്നെ വിസിറ്റ് ചെയ്യണം. യൂറോളജിസ്റ്റ് നോക്കി കഴിയുമ്പോഴേ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടോ ഇല്ലെന്ന്. അപ്പോൾ എങ്ങനെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്? അതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പല ആൾക്കാരും വളരെ ലേറ്റ് ആയിട്ടാണ് ഏർലി സ്റ്റേജസിൽ സിംറ്റംസ് ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ടാണ് ഇന്നത്തെ എല്ലാ ഹെൽത്ത് ചെക്കപ്പിലും പ്രോസ്റ്റേറ്റിന് വേണ്ടി ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റാണ് PSA എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ്. അത് മിക്ക ആണുങ്ങൾക്ക് ഉള്ള ഹെൽത്ത് ചെക്കപ്പിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇയർ ഓൺ ഇയർ എല്ലാ ആൾക്കാർ ഇതിന് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ഇയർ ഓൺ ഇയർ നമ്മൾ ചെക്ക് ചെയ്ത് വരും. എന്നിട്ട് അത് ഈ PSA ലെവൽ ഇങ്ങനെ കൂടി വരുവാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് ഫർദറായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരിക. അവർക്ക് MRI സ്കാനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫർദറായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എപ്പോഴും ഫസ്റ്റ് അവർ യൂറോളജിസ്റ്റിനെ വന്ന് കണ്ട് എക്സാമിൻ ചെയ്ത് PSA ടെസ്റ്റും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡയഗ്നോസ്റ്റിക് പാത്തിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല ഇപ്പോൾ ടെൻഡൻസി ഉള്ള ആളുകൾക്ക് അതാരൊക്കെയാണ്? ടെൻഡൻസി ഉള്ള ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലിയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായ ആൾക്കാർക്ക്, അപ്പം അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ ഫാദറിൻ്റെ ബ്രദറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്, അവരുടെ ബ്രദറിന് ഉണ്ടായിരുന്നു, ഇവരൊക്കെയാണ് ടെൻഡൻസി കൂടുതലുള്ള ആൾക്കാർക്ക്. സോ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ 50 ഇയേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എല്ലാ വർഷവും സ്ക്രീൻ ചെയ്യാൻ പറയും. 50 വയസ്സ് തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ ഒരു 60-ന് ശേഷം മാത്രമേ നമ്മൾ നോർമലി ചെക്ക് ചെയ്യാറുള്ളൂ. ബിക്കോസ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നോർമലി ഉണ്ടാകുന്നത് എൽഡർലി ആൾക്കാർക്കാണ്. യങ്സ്റ്റേഴ്സിന് വളരെ അപൂർവം ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ PSA എന്ന് പറയുന്ന ടെസ്റ്റ് ഇപ്പോൾ സപ്പോസ് നമുക്ക് നമ്മുടെ യൂഷ്വൽ ബ്ലഡ് റുട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ പുരുഷന്മാർക്ക്? ഡെഫിനറ്റ്ലി ചെയ്യാം. അപ്പോൾ അത് ഏത് പ്രായം തൊട്ട് ചെയ്യാം? 50 വയസ്സ് തൊട്ട് ചെയ്യണം. 50 വയസ്സ് തൊട്ട് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. 60 വയസ്സാണ് കൂടുതൽ. 60 വയസ്സ് കഴിയുമ്പോഴാണ് ഇതിന് റിസ്ക് കൂടുതൽ. പക്ഷേ ദിനേശ് പറഞ്ഞ പോലെ ഇതിന് ഒരു റിസ്ക് ഉള്ള ആൾക്കാർ എപ്പോഴും 50 ഇയേഴ്സ് തൊട്ട് എല്ലാ കൊല്ലവും ചെയ്യണം, അത് ഇയർലി ചെയ്യണം. പിന്നെ ഇപ്പോൾ എപ്പോഴും നമ്മൾ ആണുങ്ങൾ 50 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തോളാൻ പറയും. പക്ഷെ PSA ചിലപ്പോൾ അതിൽ ഇൻവോൾവ് ആവണമെന്നില്ല. അപ്പോൾ PSA ഇൻക്ലൂഡ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഒരു യൂറോളജിസ്റ്റിന്റെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല.
കാരണം ഇതിൽ ഞങ്ങൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്താലേ നമുക്ക് പ്രോസ്റ്റേറ്റ് നമുക്ക് മനസ്സിലാവുള്ളത്, പേഷ്യൻറ്റിന് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. PSAക്കാളും കൂടുതൽ ക്ലിനിക്കൽ എക്സാമിൻ ചെയ്താൽ നമ്മൾ പ്രോസ്റ്റേറ്റിനെ നോക്കുന്നത് വിരലിട്ട് മലദ്വാരം വഴിയാണ് നോക്കുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൂചന കിട്ടും. കാരണം ഹാർഡായിട്ടുള്ള പ്രോസ്റ്റേറ്റ് ആയിരിക്കും, അതിലിങ്ങനെ ഹാർഡ് നോഡ്യൂൾസ് ഉണ്ടാവും, അത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വേറെ ഫർദർ ടെസ്റ്റിങ്ങിലേക്ക് പോവുക. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ് ഏറ്റവും ഒരു ഡോക്ടറിനെ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുവിധം ഒരു കോമൺ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഇത്ര നേരം ഇരുന്നതൊക്കെ കൃത്യമായി പറഞ്ഞതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.